ഹായ് ഓൾ, വെൽക്കം ടു ഇംഗ്ലീഷ് ബിബ്ലിയോത്തേക്ക. ഇന്നത്തെ വിഷയം ടീച്ചിങ് ഓഫ് വൊക്കാബുലറി ആണ്. വൊക്കാബുലറി എന്ന് പറയുമ്പോൾ വാക്കുകളുടെ കൂട്ടത്തിനെയാണ് നമ്മൾ വൊക്കാബുലറി എന്ന് പറയാം. അതായത് ഒരു വ്യക്തിക്ക് അറിയാവുന്ന വാക്കുകൾ, അത് അതിന്റെ മീനിങ്ങും അറിയുന്നുണ്ടായിരിക്കാം, അതായത് കോണ്ടക്സ്റ്റിൽ ഉപയോഗിക്കണം എന്നെല്ലാം അറിയുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് വൊക്കാബുലറി. ലിസ്റ്റ് ഓഫ് വേർഡ്സ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് വേർഡ്സ്. നമുക്ക് ഒരു ഭാഷയുടെ മൊത്തം വൊക്കാബുലറി പഠിക്കാൻ ഇസ് ഇറ്റ് പോസിബിൾ? അല്ല, അത് പോസിബിൾ അല്ല. ഈവൻ അവ മദർ ടങ് ആണെങ്കിൽ പോലും നമുക്ക് മലയാളത്തിലെ മുഴുവൻ വാക്കുകൾ അറിയില്ല, നമുക്ക് പഠിക്കാൻ കഴിയൂല. അതാണ് സത്യം. അപ്പോൾ ഇവിടെ ടീച്ചിങ് ഓഫ് വൊക്കാബുലറി എന്ന് പറയുമ്പോൾ ഒരു ഭാഷയുടെ വൊക്കാബുലറി എൻട്രി ചെയ്ത് കൊടുക്കുക കുട്ടികൾക്ക്. ടീച്ചർ ആയിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ഫ്രണ്ട് ആയിക്കോട്ടെ, എല്ലാവരും ഈ ഒരു സോഷ്യൽ ബീയിങ് ആയിരിക്കുമ്പോൾ ആ കുട്ടി എവിടെയൊക്കെ ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടോ അവിടുന്ന് എല്ലാം ആ കുട്ടിക്ക് ഓരോരോ വൊക്കാബ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരാൾ വൊക്കാബുലറി എൻട്രി ചെയ്യുന്നത്, എൻഹാൻസ് ചെയ്യുന്നത് എന്നും അതുപോലെ ഏതൊക്കെ തരത്തിലുള്ള വൊക്കാബുലറി ആണുള്ളത് എന്നും നമ്മൾ എങ്ങനെയാണ് ഈ ഓരോ വൊക്കാബ്സ് ഉപയോഗിക്കുന്നത് എന്നുമാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. ആദ്യം നമുക്ക് നോക്കാം വൊക്കാബുലറി എന്താ. വൊക്കാബുലറി എന്ന് ആദ്യം പറഞ്ഞു. അതെന്താണ്? ലിസ്റ്റ് ഓഫ് വേർഡ്സ് ആണ്. ഒരാൾക്ക് അറിയാവുന്ന മീനിങ് അറിയാവുന്നതായിരിക്കാം, അറിയാത്തതായിരിക്കാം, അങ്ങനെയുള്ള സം ഓഫ് വേർഡ്സിനെ പറയുന്നതാണ് എന്താ വൊക്കാബുലറി എന്നുള്ളത്. പിന്നെ പറയുന്ന ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് വൊക്കാബുലറി. ഒരാൾക്ക് നല്ല രീതിയിലൊരു വൊക്കാബുലറി ഉണ്ട് എന്ന് വിചാരിക്കുക. ഒരുപാട് വാക്കുകൾ അറിയാം ഉണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെ ഗുണങ്ങളാണ്, എന്തൊക്കെയാണ്? ഫെസിലിറ്റേറ്റ് അക്യുറേറ്റ് എക്സ്പ്രഷൻ, നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയും, നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ ഇംപ്രൂവ് സ്പീഡ് ഓഫ് റീഡിങ്ങിന്റെ സ്പീഡ് കൂടും. അതുപോലെ ക്യൂക്ക് റീഡിങ് കോംപ്രിഹെൻഷൻ, പെട്ടെന്ന് കോംപ്രിഹെൻഡ് ചെയ്യാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. ദെൻ ഫെസിലിറ്റേറ്റ് പ്രിസൈസ് തിങ്കിങ്. ഇത്രയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് വൊക്കാബുലറി അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗുഡ് വൊക്കാബുലറി. ദെൻ ടൈപ്സ് ഓഫ് വൊക്കാബുലറി നോക്കാം. ടൈപ്സ് ഓഫ് വൊക്കാബുലറി എന്ന് പറയുമ്പോൾ ആക്റ്റീവ് വൊക്കാബുലറി ഉണ്ട്, പാസീവ് വൊക്കാബുലറി ഉണ്ട്. എന്താ ആക്റ്റീവ് വൊക്കാബുലറി? ആക്റ്റീവ് വൊക്കാബുലറി എന്ന് പറയുമ്പോൾ നമുക്ക് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ ഒരു കാര്യം പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വായിൽ ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് കുറേ വാക്കുകൾ വരില്ലേ? ആ വാക്കുകൾ വരുന്നതിനെ, നമുക്ക് ആ കോണ്ടക്സ്റ്റിൽ ഉപയോഗിക്കാൻ കഴിയുന്നതിനെ പറയുന്നതാണ് ആക്റ്റീവ് വൊക്കാബുലറി എന്നുള്ളത്. അപ്പോൾ എന്താ പാസീവ് വൊക്കാബുലറി? പാസീവ് വൊക്കാബുലറി എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് വിചാരിച്ചേ, നിങ്ങളുടെ മൈൻഡിൽ ഒരുപാട് വാക്കുകൾ നിങ്ങൾക്കറിയാം, ഒരുപാട് വാക്കുകൾ അറിയാം, പക്ഷേ അതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് വേണ്ട സമയത്ത് അതൊക്കെ ഓർമ്മ വരുമോ? ചില സമയത്ത് നമ്മൾ സ്റ്റക്കായി പോകും. നമ്മൾ മലയാളത്തിൽ സംസാരിക്കുകയാണെങ്കിൽ പോലും ആ ഒരു വാക്ക് കിട്ടാതെ നമ്മൾ സ്റ്റക്കായി പോകും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു വാക്ക് നിങ്ങൾക്ക് അറിയാലോ, പക്ഷെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ലല്ലോ. അതിനെയാണ് പറയുന്നത് പാസീവ് വൊക്കാബുലറി. ചില സമയങ്ങളിൽ മാത്രം വരുന്നതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനെ എഴുതുമ്പോഴൊക്കെ കുറേ നേരം ആലോചിച്ച് കഴിഞ്ഞാൽ മാത്രം വരുന്ന അതിനെയാണ് എന്ത് പറയുന്നത്? പാസീവ് വൊക്കാബുലറി എന്ന് പറയുന്നത്. അപ്പോൾ ആക്റ്റീവ് വൊക്കാബുലറി, പാസീവ് വൊക്കാബുലറി. അങ്ങനെ അടുത്തത് ഓറൽ വൊക്കാബുലറി, ലിറ്ററേറ്റ് വൊക്കാബുലറി. എന്താ ഓറൽ വൊക്കാബുലറി? പേരിൽ തന്നെ ഉണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ കിട്ടുന്ന വാക്കുകൾ പെട്ടെന്ന് വരും നമ്മുടെ വായിൽ. അപ്പോൾ അതിനെയാണ് ഓറൽ വൊക്കാബുലറി എന്ന് പറയുക. ലിറ്ററേറ്റ് വൊക്കാബുലറി എന്ന് പറയുമ്പോൾ എഴുതുമ്പോൾ ഉള്ളത്. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇപ്പോൾ നമ്മൾ പറയാണ് ഒരാളോട് ഹായ് വാട്സ്ആപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ വരികയാണ്, പക്ഷെ എഴുതുമ്പോൾ അങ്ങനെ എഴുതില്ലല്ലോ. അപ്പോൾ അതാണ് വ്യത്യാസം. നമ്മളിപ്പോൾ എഴുതുന്ന സമയത്ത് വേറെ രീതിയിലായിരിക്കും എഴുതി, ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആക്കി എഴുതും, പക്ഷെ സംസാരിക്കുമ്പോൾ അതിൻ്റെ അത്രയും ഫോർമൽ ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് രണ്ട് തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ, വൊക്കാബ്സ് തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ അതാണ് ഓറൽ വൊക്കാബുലറിയും അതേപോലെ തന്നെ ലിറ്ററേറ്റ് വൊക്കാബുലറി. ഇനി ഈ രണ്ട് കാറ്റഗറിയിൽ ഇനിയും സബ് കാറ്റഗറി വരുന്നുണ്ട്. ലിസണിങ് വൊക്കാബുലറി, സ്പീക്കിംഗ് വൊക്കാബുലറി, റീഡിംഗ് വൊക്കാബുലറി, റൈറ്റിംഗ് വൊക്കാബുലറി. ഇതറിയാലോ, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവണുണ്ടല്ലോ. നമുക്ക് ലിസ്റ്റ് ഓഫ് വേർഡ്സ് റെക്കഗ്നൈസ്, ലിസൺ ചെയ്യുന്ന സമയത്ത് ഒരാളുടെ ഒരു സ്പീച്ച് കേൾക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ് കാണുക. ഇപ്പം ഇനി ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ വേർഡ്സ് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവും. അപ്പം ഞാൻ നേരത്തെ കുറച്ച് കഴിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ഷീസ് ഓഫ് റീനയ എന്ന് പറയുക, ആ വാക്ക് നിങ്ങൾക്ക് അറിയില്ല, അത് നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ വൊക്കാബുലറിയിൽ പെട്ട വേർഡ് അല്ല. അപ്പോൾ ആ ലിസണിങ് വൊക്കാബുലറിയിൽ ആ വേർഡ് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ അതാണ് പറയുന്നത് നമുക്ക് ലിസൺ ചെയ്യുമ്പോൾ നമ്മൾ കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന വൊക്കാബുലറി. അടുത്തത് സ്പീക്കിംഗ് വൊക്കാബുലറി എന്ന് പറയുമ്പോൾ നമുക്ക് സംസാരിക്കാൻ കിട്ടുന്ന വൊക്കാബ്സ്. നമുക്ക് സംസാരിക്കുമ്പോൾ കുറേ വാക്കുകൾ കിട്ടുന്നുണ്ടല്ലോ. ലിസണിങ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്ന വൊക്കാബ്സിനേക്കാൾ കുറവായിരിക്കും സ്പീക്കിങ്ങിൻ്റെ സമയത്ത് നമുക്ക് കിട്ടുന്ന വൊക്കാബുലറി. ദെൻ റീഡിംഗ് വൊക്കാബുലറി. റീഡിംഗ് വൊക്കാബുലറി എന്ന് പറയുമ്പോൾ ഈ ലിസൺ ചെയ്യുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരാൾ പറയുകയാണ്, നമ്മളത് കേൾക്കുകയാണ്, അത് ആ ടോണും ഇൻറ്റോനേഷനും ഒക്കെ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ റീഡിങ്ങിൽ അങ്ങനെയാണോ? റീഡിങ്ങിൽ അങ്ങനെയുള്ള ഒരു സംഭവം ഇല്ല. നമ്മൾ മനസ്സിലാക്കി എടുക്കുക വേണ്ട, കുത്ത് കോമ എന്നൊക്കെ നോക്കി നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ആ സമയത്ത് എന്ത് കുറയും? വൊക്കാബുലറി റെക്കഗ്നിഷൻ അല്ലെങ്കിൽ കോംപ്രിഹെൻഷൻ കുറയും.
അപ്പോൾ ആ സമയത്ത് കിട്ടുന്ന വൊക്കാബുലറിയാണ് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന വൊക്കാബുലറിയാണ് റീഡിംഗ് വൊക്കാബുലറി എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ റൈറ്റിംഗ് വൊക്കാബുലറി. റൈറ്റിംഗ് വൊക്കാബുലറി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ സ്പീക്കിങ്ങിൻ്റെ പറഞ്ഞ പോലെ തന്നെ റൈറ്റിംഗ് നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മുടെ കയ്യിലേക്ക് വരുന്ന, നമ്മുടെ മൈൻഡിൽ നിന്ന് കയ്യിലേക്ക് വരുന്ന വൊക്കാബുലറിയാണ് റൈറ്റിംഗ് വൊക്കാബുലറി എന്ന് പറയാം. നമ്മൾ കമ്പയർ ടു സ്പീക്കിംഗ് റൈറ്റിംഗ് വൊക്കാബുലറി കൂടുതലായിരിക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ വൊക്കാബുലറി എവിടെ ഉണ്ടാവുക? ലിസണിങ് വൊക്കാബുലറിയാണ് കൂടുതൽ ഉണ്ടാവുക. അതിനുശേഷം പിന്നെ വരുന്ന റീഡിംഗ് വൊക്കാബുലറി, അതിനുശേഷം പിന്നുള്ളത് റൈറ്റിംഗ്, പിന്നെ സ്പീക്കിംഗ്. ഏറ്റവും കുറവ് കിട്ടുന്നത് സ്പീക്കിംഗ് വൊക്കാബുലറിയാണ്. അടുത്തത് കൈൻഡ്സ് ഓഫ് വേർഡ്സ്. സ്ട്രക്ചേർഡ് വേർഡ്സും കണ്ടന്റ് വേർഡ്സും. ഈ സ്ട്രക്ചേർഡ് വേർഡ്സ് എന്ന് പറയുമ്പോൾ ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് ഫങ്ഷൻ വേർഡ്സ്. അതിനൊറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിന് മീനിങ് ഉണ്ടായിരിക്കില്ല. ഫോർ എക്സാമ്പിൾ പ്രിപ്പോസിഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ ഡിറ്റർമിനേഴ്സ് ആയിരിക്കാം, കൺജങ്ഷൻ ആയിരിക്കാം, ഓക്സിലറി വേർബ്സ് ആയിരിക്കാം. ഇതിനൊന്നും ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് മീനിങ് ഇല്ല. അതിനെ ഏതെങ്കിലും ഒരു കൂട്ടത്തിനുള്ളിൽ പോകുമ്പോഴാണ് അതിന് മീനിങ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വേർഡ്സിനെ, ഇങ്ങനെയുള്ള വൊക്കാബുലറിനെ പറയുന്ന പേരാണ് സ്ട്രക്ചേർഡ് വൊക്കാബുലറി. അടുത്തത് കോണ്ടന്റ് വേർഡ്സ്. കോണ്ടന്റ് വേർഡ്സ് പറയുമ്പോൾ നമുക്ക് സുഖമായിട്ട് പറയാം, അത് നൗൺസ് ആയിരിക്കും. ഒരു പക്ഷേ നൗൺസിനെ നമുക്ക് എന്ത് പറയാം, കണ്ടന്റ് വേർഡ്സ് എന്ന് പറയാം. അത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിന് മീനിങ് ഉണ്ട്. അഡ്വേർബിനെ നമുക്ക് കോണ്ടന്റ് വേർഡ് എന്ന് പറയാം. അതുപോലെ വേർബ്, പിന്നെ പറയുന്ന മറ്റേത് അഡ്ജക്റ്റീവ്. ഈ സംഭവങ്ങളെല്ലാം എന്താണ്? കോണ്ടന്റ് വേർഡ്സ് ആണ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നുണ്ട്. ഈ പറയുന്ന കോണ്ടന്റ് വേർഡ്സിന് ഡെഫിനറ്റ് മീനിങ് ഉണ്ടായിരിക്കും, ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും ഡെഫിനറ്റ് മീനിങ് ഉണ്ടായിരിക്കും. മറ്റേതിന് അങ്ങനെ ഉണ്ടാവില്ല. ദേ ഡു നോട്ട് ഹാവ് എ ഡെഫിനറ്റ് മീനിങ്. അത് എപ്പോഴും ഒന്നിൻ്റെ കൂടെ ചേരുമ്പോൾ മാത്രമാണ് അതിന് മീനിങ് വരുന്നത്. ദെൻ കണ്ടന്റ് വേർഡ്സ് എന്ന് പറയുമ്പോൾ ഒരുപാടാണ് അല്ലേ? നൗണൊക്കെ നോക്കുമ്പോൾ ഒരുപാട് നൗൺസ് ഉണ്ട്. പക്ഷേ ഫങ്ഷണൽ വേർഡ്സ് അത്രയുണ്ടോ? ഇല്ല. അതിന് കമ്പാരിറ്റീവ്ലി നല്ല കുറവാണ് ഏത്? നമ്മുടെ ഫങ്ഷണൽ വേർഡ്സ്. പിന്നെ ദേ ആർ ഓപ്പൺ ക്ലാസ് വേർഡ്സ്. ഏത്? ഈ പറയുന്ന കണ്ടന്റ് വേർഡ്സ് ഓപ്പൺ ക്ലാസ് വേർഡ്സ് ആണ്. മറ്റത് അങ്ങനെയല്ല, എന്താ ഈ ക്ലോസ് ക്ലാസ് വേർഡ്സും ഓപ്പൺ ക്ലാസ് വേർഡ്സും. ഓപ്പൺ ക്ലാസ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ കൊണ്ടുപോയിട്ട് ഇടാതിനെ, അതിന് മീനിങ് ഉണ്ടായിരിക്കും. പക്ഷേ അതേപോലെയല്ല ഫങ്ഷണൽ വേർഡ്സ്. ഫങ്ഷണൽ വേർഡ്സ് ക്ലോസ്ഡ് ആണ്. ഏതെങ്കിലും ഒരു സെന്റൻസിനുള്ളിൽ ഉള്ളപ്പോൾ മാത്രമേ അതിന് എന്തുണ്ടാവുള്ളൂ? മീനിങ് വരുള്ളൂ. അടുത്തത് നൗൺസ്. കണ്ടന്റ് വേർഡ്സിനുള്ള മറ്റൊരു പ്രത്യേകത, ദേ ടെൻഡ് ടു ബി സ്ട്രെസ്ഡ്. നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് അതിന് സ്ട്രെസ് വരാനുള്ള സാധ്യത ഉള്ളത് ഈ പറയുന്ന കോണ്ടന്റ് വേർഡ്സിനാണ്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ഫങ്ഷൻ വേർഡ്സ് അവിടെ സ്ട്രെസ് വരാനുള്ള സാധ്യതയെ കുറവാണ്. പിന്നെ കോണ്ടന്റ് വേർഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, നൗൺസ് ആയിരിക്കാം, വേർബ്സ് ആയിരിക്കാം, അഡ്ജക്റ്റീവ്സ്, അഡ്വേർബ്, ഇതൊക്കെയാണ് കോണ്ടന്റ് വേർഡ്സ് വരുന്നത്. നേരത്തെ ഫങ്ഷൻ വേർഡ്സ് എന്ന് പറയുമ്പോൾ പ്രിപ്പോസിഷൻ ആയിരിക്കാം, അതുപോലെ കൺജങ്ഷൻസ്, ഡിറ്റർമിനേഴ്സ്, പിന്നെ വരുന്ന പ്രിപ്പോസിഷൻ, ഇതൊക്കെയാണ് എന്ത്? ഫങ്ഷണൽ വേർഡ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സെലക്ഷൻ ആൻഡ് ഗ്രേഡിംഗ്. എങ്ങനെയാണ് നമ്മൾ വൊക്കാബ്സ് തിരഞ്ഞെടുക്കുന്നത് എന്നാണ്. റീസൺസ് ഇതിൽ പറയുന്നുണ്ട്. ടീച്ചബിലിറ്റി പറയുന്നുണ്ട്, അവൈലബിലിറ്റി, ലേണബിലിറ്റി, യൂണിവേഴ്സാലിറ്റി, അങ്ങനെ കുറേ റീസൺസ് പറയുന്നുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല. ഈസി ആയിട്ട് ഒരു ചെറിയ മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണ്. നമ്മളിപ്പോൾ ഒരു വൊക്കാബ്സ് തിരഞ്ഞെടുക്കുകയാണ്, എന്തെങ്കിലും ഒരു കാര്യം പറയണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാക്ക് അക്വയർ ചെയ്യണം എന്ന് തോന്നുന്നത്, നമുക്കത് എന്ത് ചെയ്യണം? നമുക്ക് സുഖമായിട്ട് പറയാൻ കഴിയണം. അത് ഈ സിമ്പിൾ ആയിരിക്കണം എപ്പോഴും. അതുപോലെ അതവിടെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് എന്ന് നമ്മുടെ മനസ്സിനും എന്ത് വേണം? ഉറപ്പ് വേണം. ഫോർ എക്സാമ്പിൾ ഒരു സെന്റൻസിന്റെ കാര്യം പറയാം. ഹൗ ആർ യു എന്ന് ചോദിക്കുന്നതിന് പകരം നമ്മൾ ഹൗ ഹാവ് യു ബീൻ ലേറ്റ്ലി എന്ന് ചോദിക്കും. നിങ്ങൾ മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ടോ? 99% ആൾക്കാരും കൂടുതലും സെലക്ട് ചെയ്തതാണ് ഹൗ ആർ യു എന്നാണ്. അതാണ് സിമ്പിൾ, ചോദിക്കാൻ ഏറ്റവും സിമ്പിൾ അതാണ്. അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ കേട്ട് ശീലിച്ചതും അതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്തതാണ് സിമ്പിൾ ആയിട്ടുള്ളതും അതേപോലെ യൂണിവേഴ്സാലിറ്റി ഉള്ളതൊക്കെ ഉള്ളതായിരിക്കും. അതിന് കാരണങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ സിമ്പിളായിട്ട് പറയാം, ഇതാണ് കാരണം. then അടുത്തത് സ്റ്റേജസ് ഓഫ് ടീച്ചിങ് വൊക്കാബുലറി. ഒരു വൊക്കാബുലറി പഠിപ്പിക്കാൻ വേണ്ടി കുറച്ച് സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് വൺ, സ്റ്റേറ്റ് ദ ഒബ്ജക്റ്റീവ്സ്. നമ്മളൊരു വൊക്കാബുലറി പഠിപ്പിക്കുകയാണ്, ഒരു വാക്ക് പഠിപ്പിക്കുകയാണ്. ആ വാക്ക് പഠിപ്പിക്കുമ്പോൾ ഒരു കണക്ഷൻ എന്നുള്ള വാക്ക് പഠിപ്പിക്കണം. ആ കണക്ഷൻ എന്നുള്ള വാക്ക് എന്തിനാണ് പഠിപ്പിക്കുന്നത് എന്ന് കുട്ടിക്ക് അറിയണം. ആ കണക്ഷൻ അല്ലെങ്കിൽ ആ ബോണ്ട് എന്നുള്ള വാക്ക് പഠിപ്പിക്കണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ വല്ല റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പിനെ കാണിക്കാനോ അങ്ങനെ എന്തിനെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ വാക്ക് ഉപയോഗിക്കുക. ആ വാക്കിന്റെ ഉപയോഗം എവിടെയൊക്കെയാണ് വരുന്നതെന്ന് കുട്ടികളെ ആദ്യം മനസ്സിലാക്കി കൊടുക്കണം. അതിനുശേഷം പ്രസന്റ് ദ ന്യൂ വേർഡ്. അതിനുശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു വേർഡ് കാണിക്കേണ്ടത്. ആദ്യം ആ സാഹചര്യം കാണിക്കുക, എവിടെയായിരിക്കും ആ വേർഡ് ഉപയോഗിക്കേണ്ടതെന്നുള്ള സാഹചര്യം ആദ്യം നമ്മൾ പ്രസന്റ് ചെയ്യുക. അതിനുശേഷമായിരിക്കണം വേർഡ് പ്രസന്റ് ചെയ്യുന്നത്. ആ വേർഡ് പ്രസന്റ് ചെയ്തതിനു ശേഷം അതിന്റെ മീനിങ്ങും അതേപോലെ റെലവൻറ്റ്, അതായത് പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ്, ഏതൊക്കെ സാഹചര്യത്തിലാണ് അത് ഉപയോഗിക്കാൻ കഴിയുക, കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മാറുമല്ലോ മീനിങ് ഒക്കെ. അപ്പോൾ
അങ്ങനെ അത് മനസ്സിലാക്കി കൊടുക്കുക. അതിനുശേഷം പ്രൊവൈഡ് പ്രാക്ടീസ് ടു ദ ലേണേഴ്സ്. ആ വാക്ക് നമ്മളൊരു വൊക്കാബുലറി ഒരു വേർഡ് പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ സ്പെല്ലിംഗ് കാണാതെ പഠിക്കണം, അതിന്റെ മീനിങ് കാണാതെ പഠിക്കണം എന്നിട്ട് പോലെയല്ല ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം, കുറേ കോണ്ടെക്സ്റ്റ് കൊടുക്കണം. ഇത് ഉപയോഗിക്കാനുള്ള, പ്രാക്ടീസ് ചെയ്യാനുള്ള കോണ്ടെക്സ്റ്റ് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. ആ സമയത്ത് എന്താവും, കുട്ടികളുടെ മൈൻഡിലേക്ക് അത് കയറും. അല്ലാതെ വെറുതെ ഈ ഒരു സ്പെല്ലിംഗ് പഠിക്കുക, മുൻപത്തെ പോലെ ഡിക്റ്റേഷൻ നടത്തുക, അത് ഒരിക്കലും എന്തല്ല, നല്ല രീതിയല്ല, നല്ലൊരു പ്രാക്ടിക്കബിലിറ്റി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ദെൻ അടുത്തത് ഇവാലുവേഷൻ. ഇവാലുവേഷൻ നമുക്കറിയാലോ, എങ്ങനെയാണ് ആ കുട്ടി എത്രത്തോളം ആ ഒരു വേർഡിനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഈ പറയുന്ന ഇവാലുവേഷൻ. അപ്പോൾ ഇത്രയാണ് ടീച്ചിങ് ഓഫ് വൊക്കാബുലറിയിൽ വരുന്ന ടോപ്പിക്സ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക്കായിട്ട് വരാം. ടിൽ ദെൻ ബൈ.